അഴിമതിക്കാരെയും അക്രമം ചെയ്യുന്നവരെക്കുറിച്ചുമുള്ള ജനങ്ങളുടെ പരാതികൾ അറിയിക്കാൻ ഒരു പ്രൈവറ്റ് വെബ്സൈറ്റ്. ഇതിലേക്ക് വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി ക്രൂരമായി ശിക്ഷിക്കുന്ന നായകൻ. ചിലർക്കെങ്കിലും അന്യൻ സിനിമയായിരിക്കും ഓർമ്മിച്ചിട്ടുണ്ടാകുക. എന്നാൽ അന്യനേക്കാൾ മുമ്പേ ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യൻ സിനിമയിലേക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു മലയാള ചിത്രമാണ്. അന്യൻ റിലീസ് ആവുന്നതിന് തൊട്ട് മുൻപത്തെ വർഷം, അതായത് 2004 ജയരാജ് സംവിധാനം ചെയ്ത ഈ സിനിമ അന്ന് തിയേറ്ററുകളെ കത്തിക്കുകയും കേരളമൊട്ടാകെ ചർച്ചയുണ്ടാക്കുകയും ചെയ്തു. റീ റിലീസ് ചെയ്യാൻ ഇന്നും ഫാൻസ് നോക്കിയിരിക്കുന്ന ഒരു ഓർഡിനറി തീമിൽ വന്നൊരു എക്സ്ട്രാ ഓർഡിനറി പടം, ഫോർ ദ പീപ്പിൾ. ചില സിനിമകളിലെ പാട്ട് ഹിറ്റാവും, ചിലത് പാട്ട് കൊണ്ട് ഹിറ്റാവും. എന്നാൽ കോർ തീമും പാട്ടും ക്രൂവും ഒക്കെ ഒരുപോലെ ഹിറ്റാവുന്നത് ചുരുക്കമാണ്. ആ കാര്യത്തിന് ഫോർ ദ പീപ്പിൾ ക്രിയേറ്റ് എ ഹിസ്റ്ററി. മലയാളികൾ അന്ന് വരെ കേൾക്കാത്ത ഒരു റാപ്പ് ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽ മ്യൂസിക് സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ ട്രഡീഷണൽ കൺവെൻഷൻ സ്റ്റൈലും മാറ്റിയ ഒരു ലെജൻഡറി ഡെബ്യൂട്ടായിരുന്നു അത്. ദി വൺ ആൻഡ് ഓൺലി ചാസി കിഡ് ആൻഡ് ദ റെസ്റ്റ് ബിക്കെയിം ഹിസ്റ്ററി. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സിനിമ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ അപ്രത്യക്ഷമായി. യൂത്ത് കാണാൻ പാടില്ല എന്നതിൻ്റെ പേരിൽ ചിത്രം ബാൻ ചെയ്യപ്പെട്ടു. യൂട്യൂബിൽ നിന്ന് വരെ ദൃശ്യങ്ങൾ ഒഴിവാക്കി. അധികാരികൾ സിനിമയുടെ സ്ട്രീമിംഗ് തടഞ്ഞു വെച്ചു എന്ന തരത്തിലുള്ള മിസ്ഇൻഫർമേഷൻസ് അന്നും ഇന്നും പ്രചരിച്ചുകൊണ്ടിരുന്നു. ബട്ട് ദ ട്രൂത്ത് ഇസ് ഓൾ ഓഫ് ദീസ് ആർ ജസ്റ്റ് എ മിത്ത്. സിനിമ ബാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ഫോർ ദ പീപ്പിൾ സംഭവിച്ചത്? എന്തുകൊണ്ട് മലയാളത്തിലൊരു കൾട്ട് ക്ലാസിക് മൂവിയായി ഇത് മാറി? സോ വെൽക്കം ടു മൂവി ക്യൂ. ടുഡേ വി ഡിസ്കസ് വൈ ഫോർ ദ പീപ്പിൾ ഹാസ് ബീൻ സെലിബ്രേറ്റഡ്. രണ്ട് കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. ഒന്ന്, ട്രൂത്ത് ബിഹൈൻഡ് ദ ബാൻ. രണ്ട്, വൈ ഫോർ ദ പീപ്പിൾ ഈസ് കൺസിഡർഡ് ആസ് എ മാസ്റ്റർ പീസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, യെസ്, ഫോർ ദ പീപ്പിൾ ബാൻ ചെയ്തിട്ടില്ല. TV സംരക്ഷണത്തിലോ മറ്റു OTT പ്ലാറ്റ്ഫോംസിലോ ഒന്നും സ്ട്രീം ചെയ്യാതിരിക്കാനുള്ള ആധികാരികമായ ഒരു വിലക്കും സിനിമയ്ക്ക് അന്നും ഇന്നും ഇല്ല. ഇൻഫാക്ട് അധികം സെൻസറിങ് പോലും ഇല്ലാതെയാണ് CBFC അന്ന് അപ്രൂവൽ നൽകിയത്. പിന്നീട് തമിഴിൽ റീമേക്ക് ചെയ്യുകയും ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്നിങ്ങനെ 2-3 ഭാഗങ്ങൾ ഇറങ്ങി. ആൻഡ് ഈയിടെ വന്നൊരു ഇന്റർവ്യൂവിൽ സംവിധായകൻ ജയരാജ് തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. കാരണം ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകാനും വേണ്ടിയുള്ള കണ്ടന്റ്സോ കുട്ടികൾ കാണാതിരിക്കാൻ തക്ക ഹാർഷ് സീനുകളോ ഒന്നും തന്നെ സിനിമയിലില്ല. എന്നിട്ടും സിനിമ ബാൻ ചെയ്യപ്പെട്ട തരത്തിലുള്ള മിസ്ഇൻഫർമേഷൻസ് ഇന്നും പ്രചരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അന്ന് അത്രയും കോൺട്രവേഴ്സി സിനിമ ഉണ്ടാക്കിയിരുന്നു. ഇൻഫാക്ട് ഗവൺമെന്റിനെതിരെ ഒരു വികാരം സൃഷ്ടിക്കാനും സിനിമയ്ക്ക് കഴിഞ്ഞു. ഇതിന് മെയിനായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന്, സിനിമയുടെ തീം. 2, കേരളത്തിലെ അന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോ. ആൻഡ് TV-യിലെ സിനിമ ഇടാത്തതിൻ്റെ കാരണവും ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ആൻഡ് ഇതുവരെ സിനിമ കാണാത്തവർക്ക് പോലും വീഡിയോ ഒരു സ്പോയിലർ ആവില്ല. ഒരു യൂത്ത് റിബല്യൻ തീമാണ് സിനിമയുടെ ബേസിക്സ്. ആനുകാലിക പ്രസക്തിയുള്ളതും എല്ലാ കാലഘട്ടങ്ങളിലും റിലേറ്റബിളുമായ വിഷയമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. കാരണം ശരിക്കും ഇതുപോലെ പരാതികൾ അറിയിക്കാൻ വെബ്സൈറ്റും അതനുസരിച്ച് ആക്ഷൻ എടുക്കാൻ കുറച്ചു വിജിലന്റ് യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് ഇന്നും ചിന്തിക്കാവുന്ന തരത്തിലാണ് ഇവിടുത്തെ സിസ്റ്റം നടക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ടിപ്പിക്കൽ കറപ്റ്റിംഗ് രക്ഷകൻ മൂവീസൊക്കെ കണ്ടു തഴപ്പിച്ചൊരു തലമുറയ്ക്ക് ഇതൊരു നോർമൽ മൂവി ആയിരിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് സിനിമ ഉണ്ടാക്കിയ ഓളം അത് വളരെ വലുതാണ്. സിനിമയെ ഇമിറ്റേറ്റ് ചെയ്ത് അന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും നാട് നന്നാക്കാൻ ഫോർ ദ പീപ്പിൾ ആവാൻ നടന്നവർ പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അറിയാം. സ്വാഭാവികമായും ഇത് അധികാരികളെയും രാഷ്ട്രീയക്കാരെയും ട്രിഗർ ചെയ്തു. AK ആന്റണി ചീഫ് മിനിസ്റ്റർ ആകുന്ന സമയത്താണ് സിനിമ റിലീസാകുന്നത്. 1-2 മേജർ കോൺട്രവേഴ്സീസ് കൊണ്ട് യൂത്ത് ഓൾറെഡി ഗവൺമെന്റിന് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നത്തേത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2003 കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് എഡ്യൂക്കേഷൻ AK ആന്റണി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ സർക്കാർ അനുമതി നൽകി. ഇതോടെ ജാതിയുടെയും വിഭാഗങ്ങളുടെയും പ്രത്യേക താല്പര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ വന്നു. ഒരു ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചു. അതിനു പുറമെ കമ്പാരിറ്റീവ്ലി ഹയർ ക്യാപിറ്റേഷൻ ഫീസും ട്യൂഷൻ ഫീസൊക്കെ ആയിരുന്നു കോളേജുകൾ ഈടാക്കിയിരുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഫീസ് റെഗുലേഷൻസോ ഈ റിസർവേഷൻ കോട്ടയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ വിദ്യാർത്ഥികൾ വൻ രീതിയിൽ പ്രതിഷേധിച്ചു. പോലീസുമായിട്ടൊക്കെ ഏറ്റുമുട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂനിന്മേൽ കുരു പോലെ അധികാരികളെ ശിക്ഷിക്കാൻ ആയുധമെടുക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ കഥ പറയുന്ന ഫോർ ദ പീപ്പിൾ റിലീസാകുന്നത്. അതും പോരാണ്ട് അൺഫോർച്ചുനേറ്റായി രജനി എന്നൊരു പെൺകുട്ടി ഫീസ് അടയ്ക്കാൻ കഴിയാണ്ട് സൂയിസൈഡ് ചെയ്തു. ഇതോടെ പിള്ളേരെല്ലാം ഗവൺമെന്റിനെതിരായി. കോളേജുകളിലൊക്കെ ഫോർ ദ പീപ്പിൾ ഗ്യാങ് വരെ വന്നു. സിനിമയിൽ കൈക്കൂലി വാങ്ങുന്നവരെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നെങ്കിലും ജനങ്ങൾക്കിടയിൽ സിനിമ ഒരു ചർച്ചയാവാൻ ഇത് കാരണമായി. ഗവൺമെന്റ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ അലിഗേഷൻസ് ഒരുപാട് വന്നു. കാരണം അതുപോലൊരു സിനാരിയോയാണ് സിനിമയിലും കാണിക്കുന്നത്. ഇപ്പം AK ആന്റണിക്ക് പ്രത്യക്ഷത്തിലൊരു ഇന്നസെന്റ് ഇമേജ് ആയിരുന്നെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ ക്രിറ്റിസിസം വന്നപ്പോൾ പുള്ളി രാജിവെച്ച്. അദ്ദേഹത്തിന്റെ രാജിയും തുടർന്നുണ്ടായ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസിനെയൊന്നും ഡയറക്റ്റായിട്ട് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ ഗവൺമെന്റിനെ എതിർത്തും
അവരെ ക്രിട്ടിസൈസ് ചെയ്തൊക്കെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോമാക്കാൻ സിനിമ ഒരു പരിധിവരെ കാരണമായി. അതോടെ മൂവി യൂത്തിനെ വഴിതെറ്റിക്കുന്നതാണെന്നും അക്രമ സ്വഭാവം സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ചകളും വിവാദങ്ങളും ഒക്കെയായി. ബാൻ ചെയ്യണമെന്ന് വരെ അന്ന് അഭിപ്രായങ്ങളൊക്കെ വന്നെങ്കിലും അതൊന്നും സംഭവിച്ചില്ല. ഇൻഫാക്ട് ഏകദേശം 2010 വരെയൊക്കെ ആക്റ്റീവായിട്ട് സിനിമ ടി.വിയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്നിരിക്കണം. കാരണം ഞാനൊക്കെ സിനിമ കണ്ടത് ടി.വിയിലാണ്. 90s കിഡ്സിന്റെ ഇടയിൽ ഈ സിനിമയ്ക്കുള്ളൊരു ഓറ അത് വളരെ വലുതാണ്. ഒരൊറ്റ സീൻ കൊണ്ട് പോലും സിനിമ ഏതാണെന്ന് പിടികിട്ടും. അരവിന്ദന് അച്ഛനെ പോലെ രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? ഇല്ല സർ, രാഷ്ട്രബോധമുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്നതിനേക്കാൾ നൊസ്റ്റാൾജിയാണ് ഫോർ ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക. കാരണം ഇതിലെ പാട്ടുകൾ തന്നെയാണ്. ഇപ്പോൾ റീ റിലീസ് ചെയ്താൽ പോലും സിനിമ ഒരു പരാജയമാവില്ല. കാരണം വേറെ ഒന്നും വർക്കായില്ലെങ്കിലും പാട്ട് വരുമ്പോൾ തിയേറ്റർ കുലുങ്ങും. ഇതിലെ എല്ലാ പാട്ടും എവർഗ്രീൻ ആണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ആദ്യമായി മ്യൂസിക് ഡയറക്ടർ ആവുന്ന പടത്തിലെ ഞാൻ ആദ്യമായി കമ്പോസ് ചെയ്ത പാട്ട് കൊണ്ട് തന്നെ ഒരു മ്യൂസിക് കമ്പോസറിന് ഒരു ഇറീപ്ലേസബിൾ ലെജൻഡ് പൊസിഷനാണ് കിട്ടുന്നത്. അതിൽ ഇൻട്രസ്റ്റിംഗ് തിങ് പാട്ട് പ്ലേസ് ചെയ്തേക്കുന്നതാണ്. നായകൻ നായികയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ. ഒരു വിരഹ ടച്ചുള്ള പാട്ട് പ്രതീക്ഷിച്ച ഓഡിയൻസിന് കിട്ടിയത് ഒരു എവർഗ്രീൻ വൈബ് സോങ് ആണ്. ഇതിലെ വില്ലന് പോലും വൈബ് പാട്ടാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഡയറക്ടർ കുക്ക് ഇൻ ദിസ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിനിമ കാണാത്തവർക്ക് പോലും വീഡിയോ ഒരു സ്പോയിലർ ആവില്ല. കാരണം അതുപോലെയാണ് സിനിമയുടെ ഒരു സ്റ്റൈൽ ആൻഡ് പ്രസൻറ്റേഷനൊക്കെ. ഒരു നോർമൽ സ്റ്റോറി ടെല്ലിംഗ് രീതി എങ്ങനെയാണ്? സിനിമയുടെ തീമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നു, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, അത് ഹീറോ സോൾവ് ചെയ്യുന്നു, ആൻഡ് എ ഗുഡ് ഓർ ട്രാജിക് ക്ലൈമാക്സ്. ഇതാണ് ഒരു നോർമൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ബേസിക്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൽ ഡയറക്ടറുടെ സ്റ്റോറിയിലേക്ക് കടന്ന് ഒരു മിനിറ്റ് പോലും ലാഗ് ഇല്ലാണ്ട് ക്ലൈമാക്സ് വരെ ഒരേ പേസ് മെയിൻറ്റെയിൻ ചെയ്താണ് സിനിമ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു ക്രിട്ടിക്കൽ സെൻസിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മേ ബി മൂവി എക്സൈറ്റിംഗ് ആയിരിക്കണമെന്നില്ല. പക്ഷെ ഓരോ കാലഘട്ടത്തിലും ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എന്ന തരത്തിൽ നോക്കിയാൽ ഡെഫിനറ്റ്ലി ഫോർ ദ പീപ്പിൾ ഇസ് എ മാസ്റ്റർ പീസ്. അപ്പോൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നൊരു സംശയമായിരിക്കും, പിന്നെ എന്തുകൊണ്ട് സിനിമ ഇവിടെ അവൈലബിൾ അല്ല എന്നത്. ഇപ്പം ഇത് ബാൻ കൊണ്ടൊന്നുമല്ല, പോസിബിൾ ആയിട്ടുള്ള കുറച്ച് റീസൺസ് പറയാം. അന്ന് സിനിമയ്ക്ക് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള സിനിമകൾ ടി വിയിൽ ഇടുന്നത് വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് പുതുക്കിയിട്ടുണ്ടാവില്ല. സോ സിനിമ റീ റിലീസ് ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടന്റ്സിന് വേണ്ടി ഡു ഫോളോ ആൻഡ് സപ്പോർട്ട്. ബൈ.